അസ്സലാമു അലൈക്കും. ഞാൻ ഇബ്രാഹിം ബന്ദിയോട്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമുക്ക് ചുറ്റുമുള്ള അനുഭവങ്ങൾ കണ്ടറിഞ്ഞ് അത് മനസ്സിനെ തൊട്ടുണർത്തുന്ന ലേഖനങ്ങളാക്കി ഫേസ്ബുക്കിൽ കാഴ്ചവെക്കുന്ന ഒരു വ്യക്തിയെയാണ്. അത് മറ്റാരുമല്ല, എൻ്റെ ജ്യേഷ്ഠൻ VM മൂസ ബന്ദിയോട്. ഇദ്ദേഹത്തിൻ്റെ ഓരോ ലേഖനങ്ങളും ഹൃദയസ്പർശിയാണ്. കണ്ടറിയുക. ഫേസ്ബുക്ക് ലിങ്ക് വീഡിയോക്ക് താഴെ. ഇതിൽ നിന്നും ഒരു ലേഖനം ഞാൻ ഇപ്പോൾ ഇവിടെ വായിച്ച് കേൾപ്പിക്കാം. നമ്മുടെ മക്കളെ നമ്മൾ തടവറയിലാക്കണോ? ലേഖനം VM മൂസ ബന്ദിയോട്. 12 വയസ്സുള്ള ഒരു കുട്ടി. അവന്റെ കണ്ണുകളിൽ അന്ന് ഞാൻ കണ്ടത് അക്ഷരാർത്ഥത്തിൽ ഒരു കടൽ തീരത്തെ തിരമാലകളെക്കാൾ വലിയൊരു ദുഃഖമായിരുന്നു. മാതാപിതാക്കളുടെ സ്നേഹത്തണലിലും സഹോദരങ്ങളുടെ കളിച്ചിരികളിലും വീടിന്റെ ഊഷ്മളതയിലും വളരേണ്ട പ്രായം. ലോകത്തെയും ജീവിതത്തെയും കൗതുകത്തോടെ നോക്കിക്കൊണ്ട് ഉമ്മയുടെ മടിത്തട്ടിൽ തലചായ്ക്കാൻ കൊതിക്കുന്ന ആ പിഞ്ചു പ്രായം. എന്നാൽ മതവിജ്ഞാനം പകർന്നു നൽകുന്നു എന്ന പേരിൽ നാം ഇന്ന് ആ കുട്ടികൾക്ക് നൽകുന്നത് ഒരു തരം തടവറയാണ്. അടുത്തിടെ ഒരു ബന്ധുവിനോടൊപ്പം അവരുടെ കുട്ടികളെ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിൽ പോകാനിടയായി. വലിയ കെട്ടിടങ്ങളും നല്ല സൗകര്യങ്ങളുമുള്ള ആ സ്ഥലത്ത് ഞാൻ കണ്ടത് അറിവിന്റെ പ്രകാശമല്ല, മറിച്ച് ബാല്യം നഷ്ടപ്പെട്ട കുറെ മുഖങ്ങളാണ്. കിലോമീറ്ററുകളോളം മാതാപിതാക്കളെയും കുടുംബത്തെയും ഉപേക്ഷിച്ച് മാസങ്ങളോളം അവിടെ തങ്ങേണ്ടി വരുന്ന അവസ്ഥ. മാസങ്ങളോളം ആ തടവറയ്ക്കുള്ളിൽ ചിലവഴിച്ച ശേഷം ജയിൽ പുള്ളികൾക്ക് ലഭിക്കുന്ന പരോൾ പോലെ വല്ലപ്പോഴും മാത്രം വീട്ടിലെത്താൻ അനുവദിക്കപ്പെടുന്ന ആ കുരുന്നു മക്കളുടെ അവസ്ഥ കണ്ടപ്പോൾ എന്റെ മനസ്സ് പിടഞ്ഞുപോയി. 1-2 ദിവസം മാത്രം ആ മടക്കി യാത്രയ്ക്ക് ശേഷം ഉമ്മയുടെയും ഉപ്പയുടെയും സ്നേഹത്തിന്റെ തണലിൽ നിന്ന് പറിച്ചെടുക്കപ്പെട്ട് അവർ വീണ്ടും ആ ശൂന്യതയിലേക്ക് തന്നെ മടങ്ങുന്നു. എന്നെ സ്വീകരിച്ച ആ 12കാരന്റെ മുഖത്തേക്ക് ഞാൻ സൂക്ഷിച്ചു നോക്കി. അവനൊരു പുഞ്ചിരി പോലും സമ്മാനിച്ചില്ല. പകരം ആ കണ്ണുകളിൽ നിന്ന് അടർന്നു വീഴാൻ വെമ്പുന്ന കണ്ണുനീർ തുള്ളികൾ ഞാൻ കണ്ടു. ഉമ്മയുടെ കൈപുണ്യമുള്ള ഭക്ഷണം കഴിക്കാനും അനിയന്മാരോടൊപ്പം ഓടിക്കളിക്കാനും സ്വന്തം കിടക്കയിൽ സുഖമായി ഉറങ്ങാനും കൊതിക്കുന്ന ആ മനസ്സ് ആരോടും പറയാതെ നീറുകയായിരുന്നു. ജയിൽ പുള്ളികളെ പോലെ ചങ്ങലയില്ലാത്ത തടവിലാകപ്പെട്ട ആ ജീവിതത്തിന് എന്ത് വിലയാണുള്ളത്? നമ്മുടെ മതം കരുണയുള്ളതാണ്, സ്നേഹത്തിൻ്റെതാണ്. ദുനിയാവിലെ ഏറ്റവും വലിയ അനുഗ്രഹമായ ഈ ബാല്യത്തെ നാം എന്തിനാണ് ഇത്രമേൽ കശാപ്പ് ചെയ്യുന്നത്? പുലർച്ചെ മുതൽ അർദ്ധരാത്രി വരെ നീളുന്ന കടുത്ത പഠനത്തിനിടയിൽ കളിയും ചിരിയും നഷ്ടപ്പെട്ട ആ പിഞ്ചു ഹൃദയങ്ങളിൽ വിജ്ഞാനത്തിനേക്കാൾ കൂടുതൽ വെറുപ്പും വിരസതയുമാണ് വളരുന്നത് എന്ന് നാം തിരിച്ചറിയുന്നില്ല. ഒരു യന്ത്രത്തെ പോലെ പഠനങ്ങൾ ഉരുവിടുമ്പോൾ ആ കുട്ടി അനുഭവിക്കുന്ന ഏകാന്തതയുടെ ആഴം എത്രയാണെന്ന് നാം ഓർക്കുക. ഇത്തരം ദൂരസ്ഥലങ്ങളിലെ തടവറകളേക്കാൾ എത്രയോ ഉത്തമമാണ് നമ്മുടെ നാട്ടുംപുറങ്ങളിലെ മദ്രസകൾ. രാവിലെ പോയി പഠിച്ച് വൈകുന്നേരം ഉമ്മയുടെയും ഉപ്പയുടെയും അടുത്തു തന്നെ തിരിച്ചെത്തുന്ന രീതിയാണ് കുട്ടികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും ഉത്തമം. കുടുംബത്തോടൊപ്പം ഇരുന്ന് സ്നേഹത്തിന്റെ തണലിൽ വളർന്നു മതവിജ്ഞാനം നേടുന്ന കുട്ടികളാണ് ജീവിതത്തെ സ്നേഹിക്കാനും മനുഷ്യത്വമുള്ളവരാകാനും കഴിയുക. ഉമ്മയുടെ സ്നേഹവും കുടുംബത്തിന്റെ കരുതലും അനുഭവിച്ച് വളരുന്ന ഒരു കുട്ടിക്ക് ലഭിക്കുന്ന മതബോധം അതിനേക്കാൾ വലിയൊരു പുണ്യം വേറെയുണ്ടോ? ഒരു കാര്യം ഓർക്കുക, കുട്ടികളെ തടവിലാക്കി നിർബന്ധപൂർവ്വം പഠിപ്പിക്കുന്നതിനേക്കാൾ വലിയ പുണ്യം അവരെ സ്നേഹം നൽകി ചേർത്ത് പിടിച്ച് പഠിപ്പിച്ചു വളർത്തുക എന്നതാണ്. ഒരു കാലത്ത് ഉപ്പയുടെയും ഉമ്മയുടെയും സാമീപ്യം കൊതിച്ച് കരഞ്ഞ ആ കണ്ണുകൾക്ക് പിന്നീട് ആ സ്നേഹം തിരിച്ചു നൽകാൻ ഈ സ്ഥാപനങ്ങൾക്ക് കഴിയുമോ? നാം ഒന്ന് ചിന്തിക്കുക. കുട്ടികളുടെ ബാല്യം മണ്ണടിഞ്ഞു പോയാൽ പിന്നെ എത്ര വലിയ വിജ്ഞാനം തലയിൽ കയറ്റിയാലും അവർക്ക് പൂർണ്ണ മനുഷ്യനാകാൻ കഴിയില്ല. അവരെ അകറ്റി നിർത്തി വേദനിപ്പിക്കുകയല്ല, ചേർത്ത് നിർത്തി പഠിപ്പിച്ചു വളർത്തലാണ് ഏറ്റവും വലിയ ധർമ്മം. ഇനിയെങ്കിലും ഈ ക്രൂരത രീതികൾ നമുക്ക് അവസാനിപ്പിക്കാം. ആ കുരുന്നു മക്കളുടെ മുഖത്ത് കള്ളമില്ലാത്ത ചിരികൾ വിരിയട്ടെ. ശരിയല്ലേ? വളരെ ശരിയാണ്. ഗാനരചന ഗായകരായ റഹ്മാൻ ബന്ദിയോട്, അബൂബക്കർ ബന്ദിയോടിന്റെ പിന്നാലെ ഇപ്പോൾ മൂസ ബന്ദിയോടും തരംഗമാവുന്നു എന്നതിൽ സന്തോഷമുണ്ട്. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. ഞാൻ ഇബ്രാഹിം ബന്ദിയോട്.